ശബരിമല യുവതീ പ്രവേശന വിധി ചോദ്യം ചെയ്ത് നൽകിയ റിട്ട് ഹർജികൾ സുപ്രീംകോടതി ഫെബ്രുവരി 8-ന് പരിഗണിച്ചേക്കും. കോടതിയുടെ വെബ്സൈറ്റിലെ സാധ്യതാ പട്ടികയിൽ 4 റിട്ട് ഹർജികൾ ഫെബ്രുവരി 8-ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പുനഃപരിശോധനാ ഹർജികൾ തീർപ്പാക്കിയ ശേഷം മാത്രമേ റിട്ട് ഹർജികൾ പരിഗണിക്കുകയുള്ളൂവെന്ന് നവംബർ 13-ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു. 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ നാളെ പരിഗണിക്കാനായിരുന്നു കോടതി തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മെഡിക്കൽ അവധിയിലായതിനാൽ കേസ് ജനുവരി 22 പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം യുവതീ പ്രവേശന വിധി ചോദ്യം ചെയ്ത് നൽകിയ 4 റിട്ട് ഹർജികൾ ഫെബ്രുവരി 8-ന് പരിഗണിച്ചേക്കും. കോടതിയുടെ വെബ്സൈറ്റിലെ സാധ്യതാ പട്ടികയിൽ 4 റിട്ട് ഹർജികൾ ഫെബ്രുവരി 8-ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെന്നൈ സ്വദേശി വിജയകുമാർ, മുംബൈ സ്വദേശി ശൈലജ വിജയൻ, വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് എസ് ജയരാജ് കുമാർ എന്നിവരും അഖില ഭാരതീയ മലയാളി സംഘ് എന്ന സംഘടനയുമാണ് റിട്ട് ഹർജികൾ ഫയൽ ചെയ്തിരിക്കുന്നത്. പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച ശേഷം റിട്ട് ഹർജികൾ കേൾക്കാമെന്ന് നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നു. നവംബർ 13-ന് ഈ 4 റിട്ട് ഹർജികളും പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച ശേഷം റിട്ട് ഹർജികൾ കേൾക്കാമെന്ന് നിരീക്ഷിച്ചത്. അതിനാൽ തന്നെ ഫെബ്രുവരി 8-ന് മുമ്പ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഫെബ്രുവരി 8 എന്നത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് തീയതി മാത്രമാണ്. അതുകൊണ്ട് ഇത് അന്തിമമല്ല. അന്തിമ ലിസ്റ്റ് വരുമ്പോൾ ഈ തീയതി മാറാനും സാധ്യതയുണ്ട്. ജനുവരി 21 മുതൽ 24 വരെ കോടതി പരിഗണിക്കുന്ന കേസുകളുടെ പട്ടികയിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ പേരില്ല. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ജനുവരി 27 വരെ അവധി നീട്ടിയതായും ഇതിനിടെ സുപ്രീം കോടതി വൃത്തങ്ങൾ വ്യക്തമാക്കി. ഫെബ്രുവരി 1 വരെ കോടതി പരിഗണിക്കുന്ന കേസുകളുടെ അഡ്വാൻസ് ലിസ്റ്റിൽ ശബരിമല പുനഃപരിശോധനാ ഹർജികൾ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അഡ്വാൻസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കേസ് പരിഗണിക്കെടുക്കില്ല എന്ന് തീർത്ത് പറയാനാകില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. യുവതീ പ്രവേശനത്തിന് പിന്നാലെ നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയ വിഷയത്തിൽ വിശദീകരണം നൽകാൻ ശബരിമല തന്ത്രിക്ക് ദേവസ്വം ബോർഡ് സാവകാശം നൽകി. നേരത്തെ നൽകിയ സമയപരിധി ഇന്ന് അവസാനിച്ച സാഹചര്യത്തിലാണ് 15 ദിവസം കൂടി നീട്ടി നൽകിയത്. ശബരിമലയിലെ തിരക്ക് പരിഗണിച്ച് സമയം നീട്ടി നൽകണമെന്ന് തന്ത്രി ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. 17-ന് ചേർന്ന ബോർഡ് യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനമായത്. വിശദീകരണം കിട്ടിയ ശേഷമായിരിക്കും തന്ത്രിക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ബോർഡ് തീരുമാനമെടുക്കുന്നത്. ബിന്ദു, കനകദുർഗ എന്നിവർ ശബരിമല ദർശനം നടത്തിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു തന്ത്രി കണ്ഠര രാജീവന് നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത സമരങ്ങളൊക്കെയും പരാജയപ്പെട്ടതിന് പിന്നാലെ ശബരിമല കർമ്മസമിതി നടത്തിയ അയ്യപ്പ ഭക്തസംഗമവും ബിജെപിയെ തിരിഞ്ഞുകൊത്തുന്നു. അയ്യപ്പ ഭക്തസംഗമത്തിൽ അധ്യക്ഷനായ സ്വാമി ചിന്താനന്ദപുരിയുടെ പഴയ പ്രസംഗമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സ്ത്രീകൾ ആർത്തവകാലീനകൾ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശം കൊടുക്കണം. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശം നൽകാത്തത് സ്ത്രീ സമൂഹത്തിന് തന്നെ അപമാനമാണ്. കാരണം സ്ത്രീ പുരുഷ സമത്വമാണ് ഭരണഘടന ഉറപ്പുതരുന്നത്. ശബരിമല യുവതി പ്രവേശന വിധി വന്നതിനു പിന്നാലെയുള്ള ആദ്യ പ്രസംഗമായിരുന്നു ഇത്. എന്നാൽ ഈ വിഷയത്തിൽ നിന്ന് സ്വാമി ചിദാനന്ദപുരി വീണ്ടും മലക്കം മറിയുകയായിരുന്നു. ശബരിമലയിൽ ആർത്തവാശുദ്ധിയുള്ള സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ലെന്നും ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയമത്തിന്റെയോ മറ്റേതിന്റെയോ പേരിലായാലും മാറ്റാൻ പാടില്ലെന്നുമായിരുന്നു ഇന്നലെ അയ്യപ്പ ഭക്ത സംഗമത്തിലെ ചിദാനന്ദപുരിയുടെ പ്രസംഗം. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം തടയുന്നത് നിയമപരമായും വിശ്വാസപരമായും തെറ്റാണെന്നും ആരാധന സ്വാതന്ത്ര്യം മൌലികമായ അവകാശമാണെന്നും സ്ത്രീ പുരുഷ സമത്വം ഭരണഘടനാ ഉത്തരവാദിത്വമായി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലൊരു വിവേചനം പാടില്ലെന്നും അദ്ദേഹം പറയുന്നു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. ബിജെപിയുടെ അയ്യപ്പ ഭക്തസംഗമം സവർണ കൂട്ടായ്മയായെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് മഹാഭാഗ്യമായെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. മഹാഭാഗ്യമായി പോയി, ഭാഗ്യമല്ല മഹാഭാഗ്യം. ഞാൻ പോയി കെണി വീണ് പോയാലെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എന്നെ നല്ലപോലെ പ്രശ്നം ചെലുത്തി, എന്റെ ഭാര്യ ചെല്ലാൻ വേണ്ടി പ്രശ്നം ചെലുത്തി. ഒരുപക്ഷെ ഞാൻ ചെല്ലാൻ ഒത്തില്ലെങ്കിൽ ഞാൻ ഭാര്യയെങ്കിലും പറഞ്ഞുവിടണം എന്ന് വിചാരിച്ചു. കാരണം അമ്മയുണ്ട് എന്നും അമ്മ അവിടെ ഒരു ആത്മീയ പ്രഭാഷണം നടത്തുന്നു എന്നാണ് നമ്മൾ ധരിച്ചിരുന്നും പറഞ്ഞവരും എല്ലാവരും. എം നാഗേശ്വര റാവുവിനെ സിബിഐയുടെ ഇടക്കാല ഡയറക്ടറായി നിയമിച്ചതിനെതിരെയുള്ള ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിന്മാറി. സിബിഐ ഡയറക്ടറെ തീരുമാനിക്കാനുള്ള ഉന്നതതല സമിതിയിൽ അംഗമായതിനാലാണ് ചീഫ് ജസ്റ്റിസ് പിന്മാറിയത്. പുതിയ ബെഞ്ച് ജനുവരി 24-ന് ഹർജി പരിഗണിക്കും. അലോക് വർമ്മ നടപ്പിലാക്കിയ സ്ഥലം മാറ്റ ഉത്തരവ് പിൻവലിച്ച നാഗേശ്വര റാവുവിന്റെ നടപടിക്കെതിരെയാണ് സിബിഐ ഉദ്യോഗസ്ഥൻ AK ബസി സുപ്രീംകോടതിയെ സമീപിച്ചത്.
CBI ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവുവിനെതിരായ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിന്മാറി. പുതിയ CBI ഡയറക്ടറെ തീരുമാനിക്കാനായി ജനുവരി 24 വ്യാഴാഴ്ച ഉന്നതതല സമിതി യോഗം ചേരാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയത്. പ്രധാനമന്ത്രിക്ക് പുറമെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ലോക്സഭാ പ്രതിപക്ഷ നേതാവും ഉൾപ്പെട്ടതാണ് ഉന്നതതല സമിതി. സന്നദ്ധ സംഘടനയായ കോമൺ കോസാണ് സുപ്രീം കോടതി ഹർജി ഫയൽ ചെയ്തത്. നാഗേശ്വർ റാവുവിന്റെ നിയമനം ചോദ്യം ചെയ്യുന്നതിന് പുറമെ CBI ഡയറക്ടറെ കണ്ടെത്തുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങളിൽ സുതാര്യത ഉറപ്പാക്കണമെന്ന ആവശ്യവും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ജനുവരി 24 സുപ്രീം കോടതിയിൽ സീനിയോറിറ്റി രണ്ടാമതുള്ള ജസ്റ്റിസ് AK സിക്രി അധ്യക്ഷനായ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കും. CBI ഇടക്കാല ഡയറക്ടറെ നിയമിക്കേണ്ടത് പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയാണ്. എന്നാൽ നാഗേശ്വർ റാവുവിനെ നിയമിച്ചത് അങ്ങനെയല്ലാത്തതിനാൽ നിയമനം റദ്ദാക്കണമെന്നാണ് കോമൺ കോസിന്റെ ആവശ്യം. അലോക് വർമ്മയെ മാറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ ഇടക്കാല ഡയറക്ടറായ നാഗേശ്വർ റാവുവിന്റെ കാലാവധി ജനുവരി 31 വരെയാണ്. അലോക് വർമ്മയുടെ ഭാവി നിശ്ചയിക്കാൻ ചേർന്ന ഉന്നതതല സമിതി യോഗത്തിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹത്തിന് പകരം ജസ്റ്റിസ് AK സിക്രിയാണ് യോഗത്തിനെത്തിയത്. യോഗത്തിൽ അലോക് വർമ്മയ്ക്കെതിരായ നീക്കത്തെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ എതിർത്തിരുന്നുവെങ്കിലും ഭൂരിപക്ഷ തീരുമാനപ്രകാരം വർമ്മയെ നീക്കുകയായിരുന്നു. പുതിയ CBI ഡയറക്ടർ ഫെബ്രുവരി 1 മുതൽ ഔദ്യോഗിക പദവിയിലെത്തും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സാമ്പത്തിക തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട മെഹുൽ ചോക്സി ഇന്ത്യൻ പൌരത്വം ഉപേക്ഷിച്ചു. പൌരത്വം ഉപേക്ഷിച്ച് ചോക്സി തന്റെ പാസ്പോർട്ട് ആന്റിഗ്വയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് സമർപ്പിച്ചു. വായ്പാ തട്ടിപ്പ് കേസിൽ വിവിധ ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നതിനാൽ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറുന്നത് ഒഴിവാക്കാനാണ് പൌരത്വം ഉപേക്ഷിച്ചതെന്നാണ് സൂചന. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും 13,000 കോടി രൂപ തട്ടിയ കേസിൽ വിവിധ ഏജൻസികളുടെ അന്വേഷണം തുടരുന്നതിനിടെയാണ് മെഹുൽ ചോക്സി ഇന്ത്യൻ പൌരത്വം ഉപേക്ഷിച്ചത്. വായ്പാ തട്ടിപ്പ് കേസിൽ ഇന്റർപോൾ ഇയാൾക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചോക്സിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നതിനായുള്ള കേസ് ആന്റിഗ്വയിൽ തുടരുന്നതിനിടെയുമാണ് പൌരത്വം ഉപേക്ഷിച്ച ചോക്സിയുടെ നീക്കം. വിവിധ ഏജൻസികളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ത്യക്ക് കൈമാറുന്നത് ഒഴിവാക്കാനാണ് ചോക്സി പൌരത്വം ഉപേക്ഷിച്ചതെന്നാണ് സൂചന. പൌരത്വം ഉപേക്ഷിച്ച ചോക്സി തന്റെ ഇന്ത്യൻ പാസ്പോർട്ട് ആന്റിഗ്വയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് സമർപ്പിച്ചു. ആന്റിഗ്വയിലെ പൌരത്വം നേടിയതിന് പിന്നാലെ 2 രാജ്യത്തെ പൌരത്വം അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ചോക്സിയോട് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇന്ത്യൻ പൌരത്വം ചോക്സി ഉപേക്ഷിച്ചതോടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ ചോക്സിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നതിനുള്ള സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചു. വീഡിയോ കോൺഫറൻസിംഗ് വഴി അന്വേഷണവുമായി സഹകരിക്കാമെന്ന് ചോക്സി നേരത്തെ അറിയിച്ചിരുന്നു. ചോക്സിയെ വിട്ടുകിട്ടിയില്ലെങ്കിൽ അന്വേഷണ സംഘം ഈ സാധ്യത പരിശോധിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുനമ്പം മനുഷ്യക്കടത്തിൽ ദില്ലിയിൽ നിന്നും ഒരാൾ കൂടി പിടിയിൽ. ദില്ലി അംബേദ്കർ നഗർ സ്വദേശി രവി സനൂപ് രാജയാണ് പിടിയിലായത്. ന്യൂസിലൻഡിലേക്ക് പോകാൻ കേരളത്തിലെത്തി തിരിച്ചു വന്നയാളാണ് രവി. രവിയെ പിടികൂടാൻ ഇന്നലെ രാത്രി മുതൽ പോലീസ് ശ്രമം ആരംഭിച്ചിരുന്നു. ദില്ലി സാകേത് കോടതി പരിസരത്ത് നിന്നാണ് രവിയെ കേരള പോലീസ് സംഘം പിടികൂടിയത്. വിവരങ്ങളുമായി ശരത്ത് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. ശരത്ത്, ഇപ്പോൾ മറ്റൊരാൾ കൂടി പിടിയിലായിരിക്കുകയാണ്. മുനമ്പം മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ഇയാളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ്? പ്രിയ സൂചിപ്പിച്ചതുപോലെ മുനമ്പം മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ നിന്നും രണ്ടാമത്തെ ആളാണ് ഇപ്പോൾ പോലീസ് പിടിയിലാവുന്നത്. ദില്ലി അംബേദ്കർ നഗറിലെ താമസക്കാരനായിട്ടുള്ള രവി സനൂപ് രാജയാണ് ഇന്ന് പോലീസ് പിടിയിലായത്. ഇയാൾ ന്യൂസിലൻഡിലേക്ക് പോകാൻ കേരളത്തിലെത്തുകയും എന്നാൽ പോകാതെ തിരികെ ദില്ലിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരുന്നു. രവിയെ പിടികൂടാൻ വേണ്ടി ഇന്നലെ മുതൽ കേരള പോലീസ് ദില്ലിയിൽ വലവിരിച്ചിരുന്നു. പലയിടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ദില്ലിയിൽ കേരള പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടി കേരള പോലീസ് സംഘം ദില്ലി സാകേത് കോടതി പരിസരത്ത് വെച്ചായിരുന്നു ഇയാളെ പിടികൂടിയത്. ഇയാളെ വിശദമായി ദില്ലി പോലീസ് സ്റ്റേഷനിൽ വെച്ച് അംബേദ്കർ നഗർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്നും ഈ രവി ഏതാണ്ട് 21ഓളം കേസുകളിൽ പ്രതിയാണ് എന്നുള്ള ഒരു നിർണായകമായ വിവരം ലഭിച്ചിട്ടുണ്ട് പോലീസിന്. ഭൂരിഭാഗം കേസുകളും മോഷണ ശ്രമ കേസുകളാണ്. ഡൽഹിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായാണ് 21ഓളം കേസുകൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മാലമോഷണ സംഘത്തിൽ ഇയാൾ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് എന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. നേരത്തെ നമ്മൾ പീപ്പിൾ TV പുറത്തുവിട്ട ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പ്രതികളായ രവി, ശാന്തകുമാർ, ശ്രീകാന്ത് എന്നിവരും ഇതേ രീതിയിലുള്ള മാല പൊട്ടിച്ച് മോഷണം നടത്തുന്ന സംഘത്തിന്റെ ഭാഗമാണ് എന്ന് കണ്ടെത്തിയിരുന്നു. അതിനാൽ തന്നെ ഇവരുമായി അടുത്ത ബന്ധമുള്ളയാളാണോ രവി എന്നുള്ള സംശയം കേരള പോലീസിനുണ്ട്. ഏതായാലും രവിയുടെ സഹോദരൻ രാകേഷ് ന്യൂസിലൻഡിലേക്ക് പോയി എന്നും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. കേരള പോലീസിലെ ആലുവ CSI ആയിരിക്കുന്ന സാബു മാത്യുവിന്റെയും മേരി ദാസിന്റെയും നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത്.
ഏതായാലും മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ നിന്നുണ്ടാകുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേസന്വേഷണത്തെ ഏറെ നിർണായകമായി സ്വാധീനിക്കാൻ വേണ്ടി പറ്റുന്ന ആളെ തന്നെയാണ് പിടികൂടിയത് എന്നുള്ള പ്രാഥമികമായ നിഗമനത്തിലാണ് കേരള പോലീസ് ഉള്ളത്. പ്രിയ, മുൻപ് മനുഷ്യക്കടത്തിൽ ഒരാൾ കൂടി പിടിയിലായിരിക്കുകയാണ്. രവി എന്ന ആളാണ് പിടിയിലായിരിക്കുന്നത്. ഇയാൾ ന്യൂസിലൻഡിലേക്ക് പോകാൻ കേരളത്തിലെത്തി മടങ്ങി ദില്ലിയിലെത്തിയ ഒരാളാണ്. ഇപ്പോൾ പോലീസ് ഇയാളെ ദില്ലിയിൽ നിന്നും പിടികൂടിയിരിക്കുന്നു. വിശദാംശങ്ങളാണ് ശരത്ത് നൽകിയത്. മുനമ്പം തീരത്ത് നിന്ന് പുറപ്പെട്ട സംഘം ഇന്ന് ഇന്തോനേഷ്യൻ തീരത്തേക്ക് കടന്നതായി സൂചന. ബോട്ടിൽ കരുതിയിരുന്ന ഭക്ഷണ വസ്തുക്കളും ഇന്ധനശേഖരവും തീർന്നതാണ് കാരണം. 230 അംഗ സംഘത്തിന്റെ ലക്ഷ്യം ന്യൂസിലൻഡാണെന്നും പോലീസ് കരുതുന്നു. മനുഷ്യക്കടത്തിൽ അന്താരാഷ്ട്ര ബന്ധമുള്ളതിനാൽ നയതന്ത്ര ഇടപെടലുകൾക്കുള്ള ശ്രമവും ആരംഭിച്ചു കഴിഞ്ഞു. കസ്റ്റഡിയിലെടുത്ത 2 പേരെ IB ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നു. മുനമ്പം തീരത്തു നിന്നും ഒരാഴ്ച മുൻപ് പുറപ്പെട്ട സ്ത്രീകളും കുട്ടികളുമടക്കമുള്ള 230 അംഗ സംഘം ഇന്ത്യൻ സമുദ്രാതിർത്തി കടന്നു. ഇന്തോനേഷ്യൻ തീരത്തേക്കാണ് നീങ്ങുന്നതെന്നും ന്യൂസിലൻഡാണ് ഇവരുടെ ലക്ഷ്യമെന്നും പോലീസ് കരുതുന്നു. ബോട്ടിൽ കരുതിയിരുന്ന ഭക്ഷ്യവസ്തുക്കളും ഇന്ധനശേഖരവും തീർന്നാകാം ഇന്തോനേഷ്യൻ തീരത്തേക്ക് കടക്കാൻ തീരുമാനിച്ചതെന്നും കരുതുന്നു. മാത്രമല്ല, മുനമ്പത്ത് നിന്നും ന്യൂസിലൻഡിലേക്ക് കടൽ മാർഗം 11,470 കിലോമീറ്റർ ദൂരമുണ്ട്. 47 ദിവസം തുടർച്ചയായി യാത്ര ചെയ്താൽ മാത്രമേ ന്യൂസിലൻഡ് തീരത്തെത്തൂ. ബോട്ടിൽ ഒറ്റയടിക്ക് ദൈർഘ്യമേറിയ യാത്ര പ്രയാസമായതിനാലാകണം ഇന്തോനേഷ്യൻ ലക്ഷ്യമാക്കാൻ കാരണമെന്നും പോലീസ് കരുതുന്നു. മനുഷ്യക്കടത്തിന് അന്താരാഷ്ട്ര ബന്ധം സംശയിക്കുന്നതിനാൽ വിദേശ അന്വേഷണ ഏജൻസികളുടെ സഹായം തേടാനും തീരുമാനിച്ചിട്ടുണ്ട്. അന്വേഷണ പുരോഗതി കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും നയതന്ത്ര ഇടപെടലുകൾക്കുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. മനുഷ്യക്കടത്തിന്റെ സൂത്രധാരൻ എന്ന് കരുതുന്ന ശ്രീകാന്തിന്റെ വെങ്ങാനൂരിലെ വീട്ടിൽ നിന്നും പാസ്പോർട്ടുകൾ, ചെക്കുകൾ, ആധാരങ്ങൾ, സ്വിസ് ബാങ്ക് നിക്ഷേപ രേഖകൾ, തമിഴിൽ എഴുതിയ രേഖകൾ, നാണയക്കിഴികൾ എന്നിവ കണ്ടെത്തിയിരുന്നു. കൂട്ടാളിയായ അനിൽകുമാറിനെ വെങ്ങാനൂരിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ബോട്ടിൽ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും പണം തികയാത്തതിനാൽ മടങ്ങിയ ദീപക്, പ്രഭു, ദണ്ഡവാണി എന്നിവരെ പോലീസ് ഡൽഹിയിൽ നിന്നും പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ ഭാര്യമാരും കുട്ടികളും മുൻപത്തു നിന്നും പുറപ്പെട്ടതായാണ് വിവരം. ഡൽഹിയിലെ അംബേദ്കർ കോളനി, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള ശ്രീലങ്കൻ അഭയാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് മുനമ്പം മാലിങ്കര പ്രദേശവാസികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് എത്തുന്നത് മോദി ഭയക്കുന്നുവെന്ന് NTA മുൻ ഘടകകക്ഷി ശിവസേന. വീണ്ടും ജയിക്കുമെന്ന അമിത ആത്മവിശ്വാസത്തിലാണ് മോദിയെന്നും മുഖപത്രമായ സാമ്നയിലൂടെ ശിവസേന വിമർശിച്ചു. അതേസമയം പശ്ചിമബംഗാളിൽ BJP റാലിക്ക് എത്തുന്ന അമിത്ഷായുടെ ഹെലികോപ്റ്ററിന് മമതാ ബാനർജി അനുമതി നിഷേധിച്ചെന്ന് ആരോപണം. 22 പ്രതിപക്ഷ പാർട്ടികൾ ഐക്യത്തിലെത്തുന്നത് നരേന്ദ്രമോദിയെ ഭയപ്പെടുത്തുന്നുവെന്ന കടുത്ത വിമർശനവുമായാണ് മഹാരാഷ്ട്രയിലെ BJP മുൻ സഖ്യകക്ഷിയായ ശിവസേനയുടെ മുഖപത്രമായ സാമ്ന പുറത്തിറങ്ങിയത്. വീണ്ടും അധികാരത്തിലെത്തുമെന്ന അമിത ആത്മവിശ്വാസത്തിലാണ് മോദി. പക്ഷേ കേന്ദ്രം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ജനമാണെന്ന് ഓർക്കണമെന്നും സാമ്ന ചൂണ്ടിക്കാട്ടുന്നു. പശ്ചിമബംഗാളിൽ BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള തർക്കം മുറുകുന്നു. പശ്ചിമബംഗാളിലെ മാൾഡ ജില്ലയിൽ നാളെ നടക്കുന്ന BJP റാലിയെ അഭിസംബോധന ചെയ്യാനെത്തുന്ന BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററിന് ലാൻഡിംഗ് അനുമതി മമതാ ബാനർജി സർക്കാർ നിഷേധിച്ചു. കൽക്കത്തയിൽ വിമാനമിറങ്ങുന്ന അമിത്ഷാ അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം മാൾഡയിലെത്താനായിരുന്നു തീരുമാനം. ഹെലികോപ്റ്ററിന് അനുമതി തേടി BJPയുടെ കത്ത് ലഭിച്ചുവെന്ന് മാൾഡ ജില്ലാ അധികാരികൾ സ്ഥിരീകരിച്ചു. എന്നാൽ നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഹെലിപാഡ് അടച്ചിട്ടതിനാൽ അനുമതി നൽകാനായില്ല. മമതാ ബാനർജിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത്തരം നടപടിയെന്ന് BJP ആരോപിച്ചു. ബംഗാളിൽ ജനാധിപത്യം തകർച്ചയിലാണെന്നും അവർ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. 10% സംവരണം നൽകിയില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്താൻ മുന്നിട്ടിറങ്ങുമെന്ന് ജാട്ടുകളുടെ ദേശീയ സംഘടന. 3 വർഷമായി സംവരണത്തിനായി പ്രതിഷേധിക്കുന്നുവെന്നും BJP സർക്കാർ ഈ ആവശ്യം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ജാട്ടുകൾ ആരോപിച്ചു. സംവരണ ആവശ്യം പാർലമെന്റിൽ ഉന്നയിക്കാത്ത തങ്ങളുടെ MPമാരെ ഷൂ അണിയിച്ച് മണ്ഡലത്തിലേക്ക് സ്വീകരിക്കുമെന്നും ജാട്ട് നേതാക്കൾ ദില്ലിയിൽ പറഞ്ഞു. 7 ദിവസങ്ങൾക്കകം സംവരണം ഉറപ്പു നൽകിയില്ലെങ്കിൽ ജാട്ടുകളേറെയുള്ള 131 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPയെ പരാജയപ്പെടുത്താൻ മുന്നിട്ടിറങ്ങുമെന്ന അന്ത്യശാസനമാണ് ജാട്ടുകളുടെ ദേശീയ സംഘടന BJPക്ക് നൽകിയിരിക്കുന്നത്. ഓൾ ഇന്ത്യ ജാട്ട് ആരക്ഷൺ ബച്ചാവോ ആന്തോളൻ ദില്ലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു നേതാക്കളുടെ അന്ത്യശാസനം. 3 വർഷമായി 10% സംവരണത്തിനായി സമരം ചെയ്യുന്നു. എന്നാൽ ഇക്കാര്യം പരിഗണിക്കാൻ BJPയോ കേന്ദ്ര സർക്കാരോ തയ്യാറാകുന്നില്ല. 2015 വെങ്കയ്യ നായിഡു അധ്യക്ഷനായ കമ്മിറ്റിയെ സംവരണ വിഷയം പഠിക്കാൻ നിയോഗിച്ചെങ്കിലും ഒരു യോഗം പോലും ചേർന്നില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. സംവരണാവശ്യം പാർലമെന്റിൽ ഉന്നയിക്കാത്ത തങ്ങളുടെ MPമാരെ ഷൂ അണിയിച്ച് മണ്ഡലത്തിലേക്ക് സ്വീകരിക്കും.
7 ദിവസത്തിനകം സംവരണം ഉറപ്പു നൽകിയില്ലെങ്കിൽ ഉത്തർപ്രദേശിൽ മായാവതിയെ പിന്തുണയ്ക്കാൻ ജാട്ടുകളോട് ആഹ്വാനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. 10% സാമ്പത്തിക സംവരണം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ നടപടിയുടെ പശ്ചാത്തലത്തിലാണ് ജാട്ടുകൾ സംവരണാവശ്യം വീണ്ടും ശക്തമായി ഉയർത്തുന്നത്. ജനസംഖ്യയുടെ 3% മാത്രമാണ് ജാട്ടുകളെങ്കിലും 4 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജാട്ടുകൾക്ക് നിർണായക സ്വാധീനമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംവരണം നൽകാമെന്ന ഉറപ്പിന്മേൽ ജാട്ടുകൾ ബിജെപിയെ പിന്തുണച്ചിരുന്നു. എന്നാൽ സംവരണം നൽകാൻ തയ്യാറായില്ലെങ്കിൽ ബിജെപിയെ തോൽപ്പിക്കാൻ ഇറങ്ങുമെന്ന പ്രസ്താവന ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബിജെപിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മമതാ ബാനർജിക്ക് പിന്നാലെ അരവിന്ദ് കെജ്രിവാളും ദില്ലിയിൽ പ്രതിപക്ഷ റാലി സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. അടുത്ത മാസം പകുതിയോടെ റാലി നടത്താനാണ് തീരുമാനം. എന്നാൽ ദില്ലിയിലും പഞ്ചാബിലും ഹരിയാനയിലും കോൺഗ്രസുമായി സഖ്യം വേണ്ടെന്നും ആം ആദ്മി തീരുമാനിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പി. ഇതര പാർട്ടികളെ അണിനിരത്തി ശക്തി പ്രകടനമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ലക്ഷ്യം. ദില്ലി രാംലീല മൈതാനിയിൽ അടുത്ത മാസം പകുതിയോടെ റാലി സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ കേജ്രിവാൾ ആരംഭിച്ചു. പ്രതിപക്ഷ നേതാക്കന്മാരെ ക്ഷണിച്ചു തുടങ്ങി. മമതാ ബാനർജി കഴിഞ്ഞ ദിവസം കൽക്കത്തയിൽ സംഘടിപ്പിച്ച റാലിയിൽ കേജ്രിവാൾ പങ്കെടുത്തിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ദില്ലിയിലും പ്രതിപക്ഷ റാലി. അതേസമയം കോൺഗ്രസുമായി സഖ്യം വേണ്ടെന്ന നിലപാടിൽ തന്നെയാണ് കേജ്രിവാൾ ഉള്ളത്. ദില്ലിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിലും പഞ്ചാബിലെ ആകെ 13 ലോക്സഭാ മണ്ഡലങ്ങളിലും ഹരിയാനയിലും ആം ആദ്മി ഒറ്റയ്ക്ക് മത്സരിക്കും. പഞ്ചാബിലെ സാങ്കൂറയിൽ സംഘടിപ്പിച്ച റാലിക്കിടെ കേജ്രിവാൾ ഇക്കാര്യം പ്രഖ്യാപിച്ചു. ഫരീദ്കോട്ട്, ഹോഷിയാർപൂർ, അമൃത്സർ, ആനന്ദ്പൂർ സാഹിബ് എന്നീ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആം ആദ്മി പ്രചാരണവും ആരംഭിച്ചിട്ടുണ്ട്. ദില്ലി നിയമസഭ ആം ആദ്മിയാണ് ഭരിക്കുന്നതെങ്കിലും പഞ്ചാബിൽ നിന്നു മാത്രമാണ് അവർക്ക് എംപിമാരുള്ളത്. ഇത്തവണ ദില്ലിയിലെ 7 സീറ്റിൽ 4-ലെങ്കിലും വിജയിക്കാനാകുമെന്ന കണക്കുകൂട്ടലാണ് കേജ്രിവാൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. കർണാടകയിലെ റിസോർട്ടിൽ താമസിച്ചിരുന്ന എംഎൽഎമാർ തമ്മിലടിച്ചത് പരിഹരിക്കാനാവാതെ കോൺഗ്രസ്. വെള്ളിയാഴ്ച വരെ എല്ലാ എംഎൽഎമാരെയും റിസോർട്ടിൽ തന്നെ താമസിപ്പിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു. തമ്മിലടിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട എംഎൽഎ ആനന്ദ് സിംഗിന്റെ ഭാര്യ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ആക്രമിച്ച എംഎൽഎ ജെ ഗണേഷ് പറഞ്ഞു. കർണാടകയിലെ സഖ്യ സർക്കാരിനെ വീഴ്ത്താൻ ബി.ജെ.പി. നടത്തുന്ന നീക്കം തടയിടാൻ ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ 3 ദിവസമായി സ്വന്തം എംഎൽഎമാരെ കോൺഗ്രസ് 2 റിസോർട്ടുകളിലായി പാർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ബഡദ്ഗിയിലെ ഈഗിൾട്ടൺ റിസോർട്ടിൽ താമസിച്ചിരുന്ന എംഎൽഎമാരായ ആനന്ദ് സിംഗ്, ഗണേഷ് എന്നിവർ തമ്മിലാണ് പോരടിച്ചത്. പരസ്പരം കൂറുമാറ്റം ആരോപിച്ചായിരുന്നു കയ്യാങ്കളി. ഇതിൽ ആനന്ദ് സിംഗിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ ബാത്റൂമിൽ വീണാണ് എംഎൽഎക്ക് പരിക്കുപറ്റിയെന്നാണ് കോൺഗ്രസ് ഭാഷ്യം. പക്ഷേ എംഎൽഎ ഗണേഷ് കുപ്പികൊണ്ടടിച്ചെന്ന് ആനന്ദ് സിംഗിന്റെ ഭാര്യ വെളിപ്പെടുത്തി. അക്രമത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. ആനന്ദ് സിംഗിന് നെറ്റിയിൽ ആഴത്തിൽ മുറിവുണ്ടെന്ന് മെഡിക്കൽ റിപ്പോർട്ടും പുറത്തുവന്നു. തമ്മിലടി കോൺഗ്രസിനെ നാണക്കേടിലാക്കി. ഇതേ തുടർന്ന് എല്ലാ എംഎൽഎമാരും വെള്ളിയാഴ്ച വരെ റിസോർട്ടുകളിൽ തന്നെ പാർപ്പിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. ഇന്ന് എല്ലാവരെയും മണ്ഡലങ്ങളിലേക്ക് തിരിച്ചയക്കാനാണ് നേരത്തെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരുന്നത്. കയ്യാങ്കളി ഉണ്ടായിട്ടില്ലെന്നും പരസ്പരം വാഗ്വാദം മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്നും ആക്രമിച്ച എംഎൽഎ ഗണേഷ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇതിൽ ദുഃഖമുണ്ട്. കുടുംബത്തോട് മാപ്പ് പറയാൻ തയ്യാറാണ്. കുടുംബം കേസിന് പോകുമെന്ന് വ്യക്തമാക്കിയതോടെ ഒത്തുതീർപ്പിനാണ് എംഎൽഎ ഗണേഷ് ശ്രമിക്കുന്നത്. അതേസമയം സംഭവം രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ബി.ജെ.പി. ശ്രമം ആരംഭിച്ചു. ജെ.ഡി.എസ്. കോൺഗ്രസ് സഖ്യ സർക്കാരിൽ എംഎൽഎമാർക്ക് പോലും ജീവന് ഭയമാണെന്ന് ബി.ജെ.പി. ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോട്ടയത്തിന് പുറമെ ഇടുക്കി സീറ്റും ഇത്തവണ കേരള കോൺഗ്രസിന് വേണമെന്ന് ജോസ് കെ മാണി. പി.സി. ജോർജിനെ യു.ഡി.എഫിലെടുക്കുന്ന കാര്യം അജണ്ടയിൽ ഇല്ലാത്തതാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം യു.ഡി.എഫിലെ ബഹുമാനായ വർക്കിംഗ് ചെയർമാൻ തന്നെ അത് ചോദിച്ചിരുന്നത്. നമ്മൾ മുന്നോട്ട് വെച്ചത്, കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ചത് കോട്ടയവും അതിനുശേഷം നമ്മൾ ഇടുക്കിയും ആണ്. കൃത്യമായിട്ട് കേരള കോൺഗ്രസ് പാർട്ടി അത് നമ്മൾ പല പ്രാവശ്യം പാർട്ടി ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കോട്ടയം സീറ്റ് തന്നെ ആയിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് സീറ്റ് എന്നുള്ള കോട്ടയം സീറ്റ് ആയിരിക്കും. അതിന് പുറമെ അത് ചോദിച്ചിട്ടുണ്ട്, അത് ഇടുക്കി സീറ്റാണ്. ശബരിമല തീർത്ഥാടനത്തിൽ റെക്കോർഡ് വരുമാനവുമായി KSRTC.
ഈ തീർത്ഥാടന കാലത്ത് 45.2 കോടി രൂപ വരുമാനം ലഭിച്ചതായി CMD ടോമിൻ ജെ തച്ചങ്കരി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 3 ഇരട്ടി വരുമാന വർധനവാണ് ഉണ്ടായത്. പമ്പ നിലയ്ക്കൽ റൂട്ടിൽ നിന്ന് 31.2 കോടി രൂപയും ദീർഘദൂര സർവീസിൽ നിന്ന് 14 കോടി രൂപയുമാണ് കോർപ്പറേഷന് ലഭിച്ചത്. നിലയ്ക്കൽ പമ്പ റൂട്ടിൽ KSRTCക്ക് മാത്രമാണ് ഇത്തവണ സർവീസ് നടത്താൻ അനുവാദമുണ്ടായിരുന്നത്. ഇതാണ് വരുമാന വർധനവിന് കാരണം. KSRTCയിലെ താൽക്കാലിക എംപാനൽഡ് കണ്ടക്ടർ നിയമനം നിലനിൽക്കില്ലെന്ന് PSC. ഇത്തരം നിയമനങ്ങൾ നിയമവിരുദ്ധമാണെന്നും PSC ഹൈക്കോടതിയെ അറിയിച്ചു. അതേസമയം KSRTCയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട എംപാനൽഡ് ജീവനക്കാരും കുടുംബാംഗങ്ങളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. എംപാനൽഡ് ജീവനക്കാരുടെ ആവശ്യങ്ങൾ ന്യായമാണെങ്കിലും സമരം ഉചിതമാണോ എന്ന് പരിശോധിക്കണമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രനും പ്രതികരിച്ചു. KSRTCയിലെ താൽക്കാലിക എംപാനൽഡ് കണ്ടക്ടർ നിയമനം നിലനിൽക്കില്ലെന്ന് PSC വ്യക്തമാക്കി. ഇത്തരം നിയമനങ്ങൾ നിയമവിരുദ്ധമാണെന്നും PSC ഹൈക്കോടതിയെ അറിയിച്ചു. താൽക്കാലിക ജോലിക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും മുൻപ് വിധിച്ചിട്ടുള്ളതിനാൽ ചട്ടങ്ങൾ ലംഘിക്കാൻ സർക്കാർ സ്ഥാപനമായാലും അധികാരമില്ലെന്നും KSRTCയിലെ നിയമനങ്ങൾ PSCക്ക് വിട്ടതിനാൽ മറ്റു തരത്തിലുള്ള നിയമനങ്ങൾ പാടില്ലെന്നും PSC സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. കേസ് കോടതി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. അതേസമയം KSRTCയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട എംപാനൽഡ് ജീവനക്കാരും കുടുംബാംഗങ്ങളും സെക്രട്ടേറിയറ്റിന് മുൻപിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. സമരത്തിന്റെ ഭാഗമായി ഇവർ ശയന പ്രദർശനവും നടത്തി. നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന 25-ന് സമരം അവിടേക്ക് മാറ്റുമെന്ന് സമരസമിതി പറഞ്ഞു. KSRTC എംപാനൽഡ് ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ഹൈക്കോടതി ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ 4000-ഓളം കരാർ ജീവനക്കാർക്കാണ് ജോലി നഷ്ടമായത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന സമരം ന്യായമാണോ എന്ന് പരിശോധിക്കണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും പ്രതികരിച്ചു. അല്ലാതെ അത് അവരാണ് ആലോചിക്കേണ്ടത്. നിയമപരമായി പ്രശ്നം എംപാനൽ ജീവനക്കാരുടെ നിയമനം പിൻവാതിൽ നിയമനമാണ് എന്ന നിഗമനത്തിലാണ് കോടതി എത്തിയിട്ടുള്ളത്. ഇന്ന് തന്നെ അത് വേണ്ടിയിരുന്നോ എന്ന് അവരാലോചിക്കുക. കോടതി പരിഗണിക്കുന്ന ദിവസം തന്നെ സർക്കാരിനെയും കോടതിയെയും സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സമരപരിപാടി ആവശ്യമായിരുന്നോ എന്നവരാലോചിക്കുക. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. സ്വന്തം മണ്ഡലത്തിൽ നിന്ന് PC ജോർജിന് നാട്ടുകാരുടെ വക കൂകിവിളി. പൂഞ്ഞാറിൽ നടന്ന പൊതുപരിപാടിയിലായിരുന്നു നാട്ടുകാർ MLAയ്ക്ക് നേരെ തിരിഞ്ഞത്. MLA തിരിച്ച് നാട്ടുകാരെ നേരിട്ടത് അസഭ്യ വാക്കുകൾ കൊണ്ടായിരുന്നു. തന്റെ മണ്ഡലത്തിൽ തനിക്കെതിരായ ആരും ശബ്ദമുയർത്തില്ലെന്ന PC ജോർജ് MLAയ്ക്ക് അങ്ങനെ നാട്ടുകാർ നൽകിയത് മധുരമായ പ്രതികാരം. അതാകട്ടെ പൊതുപരിപാടിയിൽ വെച്ചും. പൂഞ്ഞാറിൽ നടന്ന ഈരാറ്റുപേട്ട വോളി ടൂർണമെന്റ് ചടങ്ങിനിടെയായിരുന്നു നാട്ടുകാർ PCക്കെതിരെ ഈ കൂകിവിളി ആഘോഷമാക്കി മാറ്റിയത്. എന്നാൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ വളരെ രൂക്ഷമായി തന്നെ PC ജോർജും പ്രതികരിച്ചു. ഈ നാട്ടിൽ ജനിച്ചവനാണ്, ഈ കവല വളർന്നവനാണ്, നിങ്ങളെപ്പോലെ ചന്തയായിട്ട് വളർന്നവനാണ്. ഇതൊക്കെ പഠിച്ചു. നീ ചന്തയാണെങ്കിൽ 10 ചന്തയല്ലേ നിനക്കറിയാമോ? നിങ്ങൾക്കൊക്കെ കൂടി ചന്ത നീ പഠിച്ചു. അങ്ങനെ പേടിച്ചു പോകുന്ന കടയൻ, നിന്നെയൊന്നും പേടിച്ചു പോകുന്ന കടയൻ. നീ കുഞ്ഞ 10 കൂടാതെ കൂടിക്കാതിരിക്കുന്നത് സംശയം. അവസാനം കൂകിവിളിയും നാട്ടുകാരുടെ എതിർപ്പും ശക്തമായപ്പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞ് അങ്ങനെ PC തടി തപ്പുകയായിരുന്നു. എന്തായാലും PC ജോർജ് MLAയ്ക്ക് സ്വന്തം മണ്ഡലത്തിൽ നിലനിൽപ്പ് ഇനി എങ്ങനെയായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് നാട്ടുകാർ ഇതിലൂടെ നൽകിയതെന്നും വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്. മോദി സർക്കാരിനെ അധികാരഭ്രഷ്ടമാക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയും LDF സർക്കാരിന്റെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിനും വേണ്ടി LDF നേതൃത്വത്തിലുള്ള മേഖലാ ജാഥകൾ ഫെബ്രുവരി 14 മുതൽ പ്രയാണം ആരംഭിക്കും. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നേതൃത്വം നൽകുന്ന തെക്കൻ മേഖലാ ജാഥ 14-ന് തിരുവനന്തപുരത്ത് നിന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വടക്കൻ മേഖലാ ജാഥ 16-ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നും പ്രചരണം തുടങ്ങും. ഇരു ജാഥകളും മാർച്ച് 2-ന് തൃശൂരിൽ റാലിയോടെ സമാപിക്കും. LDFിലെ എല്ലാ കക്ഷികളുടെയും നേതാക്കളും മേഖലാ ജാഥകൾക്ക് നേതൃത്വം വഹിക്കുമെന്ന് കൺവീനർ A. വിജയരാഘവൻ പ്രസ്താവനയിൽ അറിയിച്ചു. BJPയുടെയും UDFന്റെയും രാഷ്ട്രീയ നെറുകേട് തുറന്നുകാട്ടുന്നതിനുള്ള മേഖലാ ജാഥാ പ്രയാണത്തിന് മികച്ച വരവേൽപ്പ് ഒരുക്കണമെന്ന് LDF കൺവീനർ അഭ്യർത്ഥിച്ചു.